ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഒരു കുടുംബം ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് താഴെ 2 ബോക്സ് തന്നിട്ടുണ്ട്, പ്രതീക്ഷിത ചെലവും അപ്രതീക്ഷിത ചെലവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കൂ. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പ്രതീക്ഷിത ചെലവ്, അപ്രതീക്ഷിത ചെലവ് എന്നിവയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ട് ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ പ്രതീക്ഷിത ചെലവിൽ പിന്നെ മറ്റെന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? വൈദ്യുതി ബില്ലുണ്ട് അല്ലേ. വൈദ്യുതി ബില്ല് അത് നമുക്ക് പ്രതീക്ഷിക്കുന്നതല്ലേ. അതുപോലെ തന്നെ പത്രം അല്ലേ. പത്രം ഒക്കെ നമുക്ക് ഒരു പ്രതീക്ഷിത ചെലവാണ് അല്ലേ. പത്രമുണ്ട്. പിന്നെ എന്താണ്? വസ്ത്രം അല്ലേ. വസ്ത്രമൊക്കെ നമ്മുടെ ഒരു പ്രതീക്ഷിത ചെലവിലുള്ളതാണ്. വസ്ത്രം, വൈദ്യുതി ബില്ല്, പത്രം, വിദ്യാഭ്യാസം, അതുപോലെ ആഹാരം, അതൊക്കെ പ്രതീക്ഷിത ചെലവിലാണ് വരുന്നത് അല്ലേ. അപ്രതീക്ഷിത ചെലവിൽ വരുമ്പോൾ എന്തൊക്കെ വരും? അപകടം, അതുപോലെ തന്നെ മരണം അല്ലേ. അതൊക്കെ അപ്രതീക്ഷിതമാണ് അല്ലേ. പിന്നീടോ രോഗങ്ങൾ. രോഗം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ രോഗങ്ങൾ. പിന്നീട് എന്താണ്? പ്രകൃതിക്ഷോഭം അല്ലേ. അപ്പോൾ അതും കൂടെ അവിടെ ആഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് എന്താണ്? അധിക ചിലവുകളൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും അല്ലേ. പിന്നെ വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കുന്നു അല്ലേ. കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങളാണ് ചോദിച്ചത്. ബി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യെസ്. വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയാം, വരവിനനുസരിച്ചുള്ള ചിലവ് ക്രമീകരിക്കുന്നു, സ്വാശ്രയ ബോധം, അതുപോലെ തന്നെ അധിക ചെലവുകൾ നിയന്ത്രിക്കാനും സാധിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കൂ. ഒരു കൊളാഷ് ഉണ്ട് അല്ലേ. ഗ്രേറ്റ് ട്രക്ക്, 1ാം ബൂവർ യുദ്ധം, കോളനിവൽക്കരണം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ദക്ഷിണാഫ്രിക്കയിലെ ആദിമ നിവാസികളായിരുന്ന ജനവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അത് ഏതാണ്? സാനും അതുപോലെ തന്നെ ഗോസ അല്ലേ. ഗോസയാണ് കേട്ടോ. സാനും ഗോസയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഗ്രേറ്റ് ട്രക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ 1ാം ബൂവർ യുദ്ധവും ഇമ്പോർട്ടൻ്റ് ആണ്, കോളനിവൽക്കരണവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മൂന്നും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ ദക്ഷിണാഫ്രിക്കയിലെ ആദിമനിവാസികൾ ആരൊക്കെയായിരുന്നു? ഗോസയും സാനും കേട്ടോ. മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാകും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് എന്ത്? നന്നങ്ങാടികൾ അല്ലേ. യെസ്. ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാടാണ് കേട്ടോ. വയനാട്. അടുത്ത് നോക്കൂ. പ്രാദേശിക ചരിത്ര രചനയെ സഹായിക്കുന്ന സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം നാട്ടറിവുകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ആധാരങ്ങൾ, പാട്ടുകൾ, സ്ഥലനാമ ചരിത്രങ്ങൾ, ഔദ്യോഗിക രേഖകളൊക്കെ അല്ലേ. യെസ്. അപ്പോൾ എന്തൊക്കെയാണ്? നാട്ടറിവുകൾ, ഓർമ്മകൾ, പാട്ടുകൾ, സ്ഥലനാമ ചരിത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ, ഓർമ്മകളൊക്കെ ഉണ്ടാവും. ഓക്കെ. അടുത്ത് നോക്കും. നമുക്കിവിടെ ഒരു മാപ്പൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യൻ നോക്കാം. വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്തു നിന്നും ഭൗമ ഉപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? ആകാശീയ വിദൂര സംവേദനം അല്ലേ. യെസ്. ആകാശീയ വിദൂര സംവേദനമാണ് കേട്ടോ. ഓക്കെ. വിദൂര സംവേദനം. യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക ലോകത്ത് വിദൂര സംവേദനത്തിന് അനന്ത സാധ്യതകൾ ആണുള്ളത്. 2 സാധ്യതകൾ എഴുതാനാണ് അല്ലേ. യെസ്. അത് കാലാവസ്ഥാ പഠനം അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം കാലാവസ്ഥാ പഠനം. അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ പഠനത്തിനും ഉപയോഗിക്കും. പിന്നെ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യത മനസ്സിലാക്കുന്നതിനൊക്കെ എന്ത് ഉപയോഗിക്കും? ആകാശീയ വിദൂര സംവേദനം ഉപയോഗിക്കും. ഓക്കെ. സി ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന കേരളത്തിൻ്റെ ഭൂപടം പരിശോധിച്ച് ഭൂപട വായനയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. അപ്പോൾ 4 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് എഴുതാം? തലക്കെട്ട് എഴുതാം അല്ലേ. പിന്നെ തോതുണ്ട്, പിന്നെ ചിഹ്നങ്ങൾ, സൂചിക, അംഗീകൃത നിറങ്ങളുണ്ട് അല്ലേ. പിന്നെ അക്ഷാംശ രേഖകൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 എഴുതാം കേട്ടോ. തലക്കെട്ടുണ്ടാവും എന്തായാലും. ഓക്കെ. തലക്കെട്ട് അല്ലേ. യെസ്. തലക്കെട്ടുണ്ട്, തോതുണ്ട്, അക്ഷാംശ രേഖ ഉണ്ട്,
നിറങ്ങളുണ്ട്, ചിഹ്നങ്ങളുണ്ട്, സൂചികകളുണ്ട്. ഓക്കെ, അപ്പോൾ എളുപ്പമുള്ള വേഗം തന്നെ നമുക്ക് എഴുതാം. തലക്കെട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. പിന്നെ നിറങ്ങളല്ലേ, നിറങ്ങൾ ഓർത്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ സൂചിക ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യമല്ലേ. യെസ്. പിന്നെ അതുപോലെ തന്നെ ചിഹ്നങ്ങളും അല്ലേ. ഓക്കെ, സിമ്പിളല്ലേ. യെസ്. ആറാമത്തെ പ്രവർത്തനം നോക്കൂ. ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര രചന സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. പ്രധാന പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഈ പദസൂര്യൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. ഗുഹകളുണ്ട്, പിന്നെന്താ ഉള്ളത്, കൊട്ടാരങ്ങളുണ്ട് അല്ലേ. ഇനി ഇവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, നോക്കൂ. അപ്പോൾ നാണയങ്ങളുണ്ട് അല്ലേ, നാണയങ്ങളുണ്ട്, കൊട്ടാരങ്ങളുണ്ട്, ശിലാസ്മാരകങ്ങളുണ്ട്, ഗുഹകളുണ്ട്, പുരാലിഖിതങ്ങളുണ്ട് അല്ലേ, പണ്ടത്തെ എഴുത്തുകളൊക്കെ. ഓക്കെ, അതൊക്കെയാണ് പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ അല്ലേ. ഓക്കെ, അടുത്ത് നോക്കൂ. ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. യെസ്. വിദേശ സഞ്ചാരികളും അവരുടെ രാജ്യവും. അപ്പോൾ നമുക്ക് രാജ്യം ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. അബ്ദുൾ റസാഖ് ഉണ്ട്, ഇബ്നു ബത്തൂത്ത ഉണ്ട്, മെഗസ്തനീസും മാർക്കോ പോളോയാണുള്ളത്. അപ്പോൾ നമുക്കറിയാം അബ്ദുൾ റസാഖ് എവിടെയുള്ള ആളാണ്? പേർഷ്യയിലുള്ള ആളാണ് അല്ലേ. ഇനി ഞാൻ ഫില്ല് ചെയ്യാം. ഓക്കെ, നോക്കൂ. അബ്ദുൾ റസാഖ് പേർഷ്യയിലെ ആണ് കേട്ടോ, പേർഷ്യയിലുള്ള ആളായിരുന്നു. ഇബ്നു ബത്തൂത്ത മൊറോക്കോ ആണ് കേട്ടോ ഇവിടെ എഴുതിയത്, മൊറോക്കോ. മെഗസ്തനീസ് ആണെങ്കിൽ ഗ്രീസ് ആണ് കേട്ടോ, മെഗസ്തനീസിൻ്റെ രാജ്യം ഗ്രീസാണ്. മാർക്കോ പോളോ വെനീസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം പേർഷ്യ, പിന്നെ മൊറോക്കോ, ഗ്രീസ്, വെനീസ്. സിമ്പിൾ അല്ലേ. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. സി ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു പ്രധാന ചരിത്ര സ്രോതസ്സാണ് നാണയങ്ങൾ. നാണയങ്ങളിൽ നിന്ന് നമുക്ക് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഈ നാണയം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മനസ്സിലാക്കാൻ പറ്റും അല്ലേ. പിന്നീട് നാണയം പുറത്തിറക്കിയ ഭരണാധികാരികൾ ആരാണെന്നും അതുപോലെ തന്നെ ഈ നാണയം നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം എന്താണെന്നും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെയാണല്ലോ. 3 പോയിന്റ് പറഞ്ഞു. നിർമ്മിക്കപ്പെട്ട കാലഘട്ടം, പുറത്തിറക്കിയ ഭരണാധികാരികൾ, നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം. ഓക്കെ, ഇതെല്ലാം നമുക്കൊരു നാണയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. അപ്പോൾ ഇവിടെ ഒരു ABC 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൂമി. കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. ഓക്കെ ആണല്ലോ. ഇനി എ ക്വസ്റ്റ്യൻ നോക്കൂ. എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത്? ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലേ. വാഹനങ്ങളുടെ അമിത ഉപയോഗം, പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളുടെ ഒക്കെ അമിത ഉപയോഗം അല്ലേ. യെസ്. അന്തരീക്ഷ മലിനീകരണം തടയുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും? മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം, മാലിന്യങ്ങൾ കത്തിക്കാതിരിക്കുക, അതുപോലെ തന്നെ പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക അല്ലേ. പിന്നീട് കാൽനട യാത്രയും നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താണ് ബി ക്വസ്റ്റിൻ്റെ ആൻസറായി. അന്തരീക്ഷ മലിനീകരണം തടയുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലേ. ഇനി ഏത് ദിനമാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്? അത് സെപ്റ്റംബർ 16 കേട്ടോ. ഓക്കെ, നമ്മുടെ 8ാമത്തെ പ്രവർത്തനം നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26 നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. അപ്പോൾ എ ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 1950 കേട്ടോ. 1950 ജനുവരി 26 കേട്ടോ. ജനുവരി 26. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? അത് ഡോക്ടർ BR അംബേദ്കർ അല്ലേ. യെസ്, ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, നമ്മുടെ ഭരണഘടനയുടെ 3 സവിശേഷതകൾ എഴുതാനാണ്. അത് ഫെഡറലിസം, ഏകപൗരത്വം, നിയമവാഴ്ച. ഓക്കെ ആണല്ലോ. ഏകപൗരത്വം, ഫെഡറലിസം, നിയമവാഴ്ച. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ വർണ്ണവിവേചനം, അതുപോലെ തന്നെ നിയമങ്ങളുണ്ടല്ലോ, ബഞ്ചു അധികാര നിയമങ്ങൾ, അതുപോലെ തന്നെ പാസ് നിയമം, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രേറ്റ് ട്രക്ക്, കോളനിവൽക്കരണം അല്ലേ. പിന്നെ ഭൂവർ യുദ്ധങ്ങളുണ്ട് അല്ലേ. 1ാം ഭൂവർ യുദ്ധം, 2ാം ഭൂവർ യുദ്ധമൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് സെറ്റ് ആവണം. ഓക്കെ, ബാക്കി എല്ലാ ചാപ്റ്ററും ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അത്രയേ ഉള്ളൂ. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്.